ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് 2025 നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയാണ് ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഒരു ബ്രയോ ടെറിഡോ ഈ ഭാഗങ്ങളിലൊക്കെ എക്സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ടെറിഡോ ഫൈറ്റ് ആണ്. ഓക്കെ, അപ്പം ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ. ഇതിൽ ഏതാണ് നമ്മുടെ ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ? സാൽവിയ ആണോ? അല്ല. ജിങ്കോ ആണോ? അല്ല. പോളിട്രൈക്കം പിന്നെ സാൽവീനിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സാൽവീനിയ ആണ്. ഏതാണ്? നമ്മുടെ സാൽവീനിയ ആണ്. അത് കൃത്യമായിട്ട് ഓർക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി ബ്രയോഫൈറ്റിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ബ്രയോഫൈറ്റിനെയാണ് നമ്മൾ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഏതാ വരുന്നത്? നമ്മുടെ പോളിട്രൈക്കം ആണ്. ഓക്കെ, ഒരു മോസിന്റെ എക്സാമ്പിൾ ആണ് പോളിട്രൈക്കം. അത് ഏതിൽ വരുന്നു? ബ്രയോഫൈറ്റിൽ വരുന്നു. ഇനി അടുത്തത് നമ്മുടെ ആൻജിയോസ്പേം ആണ് അല്ലെ. അപ്പം ആൻജിയോസ്പേമിന്റെ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ. ജിങ്കോ ഉണ്ട്, സാൽവിയ ഉണ്ട്. അതിൽ ഏതാണ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്? നമ്മുടെ സാൽവിയ ആണ്. ഓക്കെ, അപ്പം ആൻജിയോസ്പേമിന്റെ എക്സാമ്പിൾ ആണ് സാൽവിയ. ആൻഡ് ഫൈനലി വി ഹാവ് ജിംനോസ്പേം. ഓക്കെ, അപ്പൊ ജിംനോസ്പേമിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ലീവിംഗ് ഫോസിൽ ആയിട്ടുള്ള ജിങ്കോ ആണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്കത് കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത് നോക്കാം. എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ A4 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ് നമുക്കുള്ളത്? ബി ഉണ്ട്, അതുപോലെ തന്നെ ഡി ഉണ്ട്. സോ എയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം, അത് രണ്ടും എല്ലാം നമുക്കറിയാം. പിന്നെ ബി വരുന്നത് ഏതാണ്? ബി ബ്രയോഫൈറ്റ് വരുന്നത് തേർഡ് വൺ ആണ് അല്ലെ. അപ്പം B3 വരുന്നത് വീണ്ടും രണ്ട് ഓപ്ഷൻ അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ. ആൻജിയോസ്പേം വരുന്നത് 1 ആണ് അല്ലെ. സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഡി എന്ന് പറയുന്നത് 2. ഓക്കെ, സോ A4, B3, C1 ആൻഡ് D2. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.